ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ശമ്പനിയർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് രവി സുധിയോട് പറയാണ്, സുധി നീ ഏതായാലും പറഞ്ഞു ശരിയായില്ല കേട്ടോ. അയ്യോ, അതിന് ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ലല്ലോ, അത് അമ്മ ഇങ്ങനെ കാര്യമൊക്കെ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇവനൊരിക്കലും എന്നോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ മകനല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതേ സുധി, എനിക്കിപ്പോൾ മനസ്സിലായല്ലോ, നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി നീ അങ്ങനെ പറഞ്ഞത്. അമ്മയോട് മാപ്പ് പറയാനാ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മേ സോറി അമ്മേ, ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്കാണ്. സുധി പിന്നീട് മൈൻഡൊന്നും ചെയ്തില്ല. ചന്ദ്രേ, സമാധാനമായില്ല നിനക്ക്? അപ്പോൾ നമ്മുടെ സച്ചി കളിയാക്കിക്കൊണ്ട്, അമ്മയ്ക്കിപ്പോൾ കരച്ചിലൊക്കെ വരും അല്ലേ, അപ്പം കരയാനൊക്കെ നന്നായിട്ടൊക്കെ അറിയാം അമ്മയ്ക്ക്. സുധി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിനോട്ട് ഒരുപാട് കൊണ്ടു. ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു നിങ്ങൾ? ഇനി ഒരുപാട് കിടക്കാൻ കേൾക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഇനി അവൻ ശരിക്കും അമ്മയെ അവോയ്ഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടാ ഇത് കണ്ട രവിയേട്ടാ, സച്ചി പോടാ സച്ചി, ചുമ്മാ വേദനിപ്പിക്കാതെ പോകാൻ നോക്കടാ സച്ചി എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. രേവതി ആണെങ്കിൽ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക. എന്ത് ചെയ്യും ദൈവമേ, എന്നെ എങ്ങനെ അബോഷനാക്കും? എനിക്കാണെങ്കിൽ പ്രസവിക്കാനും പറ്റില്ല, വേദന സഹിക്കാനും പറ്റില്ല, എങ്ങനെയാണ് എന്നെ അബോഷനാക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് തല പുകഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. ദൈവം, ഇവൾക്ക് എന്താ പറ്റിയത്? എന്ത് 2 ദിവസം ആയാലും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യും? ഇവളാകെ വട്ടുപിടിച്ചൊരു മട്ടിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വർഷ ഈ ശ്രീകാന്തിനെ നോക്കണം. എല്ലാത്തിനും കോർണക്കാരൻ ഇവനാ, എന്നിട്ട് ഇരുന്ന് നോക്കുന്നുണ്ടില്ലേ, ഇങ്ങനെയും പറഞ്ഞോട്ട് ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കണം. അപ്പോൾ വർഷയുടെ നോട്ടം അത്ര വലിയ പന്തിയല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഒറ്റ പോക്കാണ്. വേണ്ട ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവുക. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിയെയും രേവതിയെയും കാണിക്കുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയാണെങ്കിൽ രേവതി ബെഡ്റൂമിൽ ഇങ്ങനെ തുണിയെല്ലാം മടക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ രേവതിയെ കലിയേറ്റാൻ വേണ്ടി സച്ചി ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുക. ആ സമയത്ത് സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടി കാണിച്ച അവിടെ നിൽക്ക്, ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തലേണ എടുത്തുകൊണ്ട് സച്ചിയെ അടിക്കാൻ വേണ്ടി ഓട്ടം. അപ്പോൾ സച്ചിയാണെങ്കിൽ അയ്യോ അച്ഛാ പിടിക്കച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ അവൻ പറഞ്ഞത്, എന്തിനാ ഇട്ട് ഓടിക്കുന്നത്? അതെ സച്ചിയേട്ടൻ ചുമ്മാ ഇരുന്ന് അനാവശ്യങ്ങൾ പറയുകയാണ്. ആണോ? അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ കൊടുക്ക് മോളെ, കണ്ടോ അച്ഛൻ എനിക്ക് അനുവാദം തന്ന്, ഇനി ഒരു രക്ഷയില്ല മോനിട്ട് ഞാൻ പണി തരാമെന്ന് പറഞ്ഞിട്ട് തലേണ വെച്ച് ഒറ്റ എറിയൽ. പക്ഷേ സച്ചി അവിടെ കുരിഞ്ഞു കളഞ്ഞ് പക്ഷേ നമ്മുടെ ചന്ദ്രക്കിട്ടാണ് അടി കൊണ്ടത്. അപ്പോൾ കൊണ്ടുകഴിഞ്ഞപ്പോഴേക്കും എടീ നീ എന്നെ തലേണ വെച്ച് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുമായിരുന്നല്ലേടി, നിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ പൂക്കാരി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി, എന്ത് തലേണ എറിഞ്ഞാൽ ആരെങ്കിലും ചാകോ? ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. രേവതി, നീ തലേണ എറിഞ്ഞ അമ്മനെ കൊല്ലാനായിട്ട് നോക്കുവാണോ രേവതി? നീ പോടാ എന്നെ കളിയാക്കലടാ, വന്നും പോയി ഇപ്പം എല്ലാവരും എന്നെ കളിയാക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴാണ് സുധി വരുന്നത്. സുധിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ജീവിതം സഹിക്കാനായിട്ട് പറ്റില്ല. പറയട്ടെ രേവതി, നീ മനഃപൂർവ്വം അറിഞ്ഞാലോ? അയ്യോ അമ്മ, ഞാൻ മനഃപൂർവ്വം അറിഞ്ഞാലേ, ഞാൻ സച്ചിയേട്ടനെ അറിഞ്ഞതാ. സച്ചിനെ അറിഞ്ഞപ്പോഴേക്കും അമ്മയുടെ നെറ്റി കൊണ്ടു. ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ രേവതി ചിരിക്കുക. നീ എന്തിനാണ് ചിരിക്കുന്നത്? എൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് നീ ഇരുന്ന് ചിരിക്കുകയാണല്ലേ? എനിക്ക് മനസ്സിലായിടി, നീ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് മനസ്സിലായി രേവതി, നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും രേവതിക്കിട്ട് എറിയാനായിട്ട് പോയി. രേവതി തലമാറ്റി കളഞ്ഞ് നേരെ കൊണ്ടത് സുധിയുടെ തലയിലാണ്. ഓഹോ, കൊള്ളാമേ, മനസ്സിലായി. എന്നോട് പ്രതികാരം വീട്ടിയതാണല്ലേ? ഞാൻ അമ്മനെ കരയിപ്പിച്ചതിന് അമ്മ എന്നോട് പ്രതികാരം വീട്ടിയതാന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ മോനെ, ഇല്ല മോനെ, ഞാൻ ഈ പൂക്കാരിക്കിട്ട് എറിയാൻ നോക്കിയതാ, അപ്പോൾ അവൾ മാറിക്കളഞ്ഞ് നിനക്കിട്ട് കൊണ്ടതാ. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ മനസ്സിൽ എന്നെ നശിപ്പിക്കണമെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുധിയും പോവുകയാണ്. ചന്ദ്ര ആകെ പണി കിട്ടിയെന്നൊരവസ്ഥയിലായി പോവുകയാണ്. എന്ത് പറയാൻ, എന്ത് പ്രവർത്തിക്കാൻ, ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി. എന്നാലും എൻ്റെ ദൈവമേ, എന്താ സുധി എന്നെ ഇങ്ങനെ കിടന്ന് വെറുക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവന് വേണ്ടി എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാണ്. പിന്നീട് നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. അപ്പോൾ വർഷ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ദൈവം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു കാര്യം ചെയ്യാം, ഈ പപ്പായ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബോഷനാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ പപ്പായ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിയാലോ? എങ്ങനെയെങ്കിലും ഇത് അബോഷനായി പോയാൽ മതിയല്ലോ, പപ്പായ ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് പോവുകയാണ് നമ്മുടെ വർഷ. അങ്ങനെ വർഷ നേരെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക. ഫ്രിഡ്ജ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പപ്പായ കിട്ടുകയാണ്. ദൈവമേ, ഇനി ഇതെന്ത് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്തിടണം, എങ്ങനെ ജ്യൂസ് അടിക്കേണ്ടത്, എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ട് ഈ വർഷ പപ്പായ ഇങ്ങനെ ചെയ്യുക. ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വർഷേ, നീ എന്ത് ചെയ്യുന്ന വർഷേ? അത് പിന്നെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. പപ്പായ ജ്യൂസോ? ആയിരിക്കാം ശ്രീകാന്തിനാണോ? അല്ല, എനിക്ക് വേണ്ടിയാ പപ്പായ ജ്യൂസ്. ആണോ? അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കും. ഇപ്പം എന്തിനാ ജ്യൂസൊക്കെ? എനിക്കിപ്പോൾ ജ്യൂസ് കുടിക്കണമെന്നൊരാഗ്രഹം തോന്നി ചേച്ചി, അതുകൊണ്ടാണ് ജ്യൂസ് കുടിക്കാനായിട്ട് വന്നത്. ആണോ? എങ്കിൽ നീ മാറി, ഞാൻ ഉണ്ടാക്കിത്തരാം. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എൻ്റെ വർഷേ, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞില്ലേ, നീ എന്തിനാ ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്, നീ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നല്ല രീതിയിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുക. ആ സമയത്ത് തന്നെ ഈ വർഷയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. ദൈവമേ, ഒരാപത്തും വരുത്തല്ലേ, ഞാൻ ഈ പപ്പായ ജ്യൂസ് കുടിക്കാനായിട്ട് പോവുകയാണേ, ഒരാപത്തും വരുത്തല്ലേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയായി, ജ്യൂസ് എല്ലാം റെഡിയായിട്ട് വർഷേ, പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, നീ ഇതിന് കുടിച്ചിട്ടെ അഭിപ്രായം പറയണേ, നല്ലതാണോ ചീത്താണെന്നൊക്കെ എന്നോട് അഭിപ്രായം പറയണേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി ചേച്ചി, എന്നാൽ പിന്നെ ജ്യൂസ് കുടിച്ചോ, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവാണ്. രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഈ ജ്യൂസ് അവിടെ വെച്ചിട്ട് നമ്മുടെ വർഷ കൈ കൂപ്പി പിടിച്ച് ഈ ജ്യൂസിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ചന്ദ്രയും അടുക്കളയിലോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വർഷ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ ഇവൾക്ക് എന്നെ ഭ്രാന്താണോ, പൂജാ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാതെ അടുക്കളയിൽ നിന്ന് കൈകൂപ്പി കണ്ണടച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുത്ത ഭ്രാന്ത് വിളിക്കും, മുഴുത്ത ഭ്രാന്ത്, വട്ടുപെണ്ണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ തലയിലെടുക്കാനായിട്ട് വരും. അഹങ്കാരി, അവളുടെ നിപ്പ് കണ്ടില്ലേ, ഒറ്റ കുത്തു വെച്ച് കൊടുക്കാനാ തോന്നുന്നത് എന്നൊക്കെ ചന്ദ്ര വർഷയെ നോക്കി ഇങ്ങനെ പറയാം. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസ് ഇരിക്കുന്നുണ്ടപ്പോഴേക്കും കൊള്ളാം, പപ്പായ ജ്യൂസ് അല്ലേ, ഇവിടെ വേറെ ആർക്കും കൊടുക്കാതെ ബാക്കിയുള്ളവരെല്ലാം ചൂടുവെള്ളം കുടിച്ചോട്ടെ, കെട്ടിയോന് മാത്രം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ പൂക്കാരി വെച്ച് അവനെ ഇപ്പം ജ്യൂസ് കുടിക്കണ്ട, പൂക്കാരിയുടെ ഭർത്താവ് ഇപ്പം ജ്യൂസ് കുടിക്കണ്ട, ഈ ജ്യൂസ് എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ വർഷയെ നോക്കുന്നുണ്ട്. വർഷ അപ്പം ഇങ്ങനെ പറയുകയാണ്, ദൈവമേ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, എന്നോട് ക്ഷമിക്കണേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ചന്ദ്ര ജ്യൂസും വലിച്ചു കുടിച്ച് ആ ഗ്ലാസ്സും അവിടെ വെച്ചിട്ട് ഒറ്റ പോക്ക. അങ്ങനെ നമ്മുടെ വർഷയുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസും കാണാനില്ല, ഒന്നും കാണാനില്ല. ഇതാരാണ് ഈ ജ്യൂസ് കുടിച്ചത്? അപ്പോൾ ജ്യൂസ് അവിടെ കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ടില്ല, ജ്യൂസും കൊണ്ടാണ് പോയേക്കണം കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോൾ ജ്യൂസ് ഗ്ലാസ് ഒന്നും കാണാനില്ല, ഇത് ആരാണ് ജ്യൂസ് എടുത്തിട്ട് പോയത് എന്നൊക്കെ വർഷം ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ വർഷ കാലി വന്നിട്ട് രക്ഷയില്ല. വർഷം നേരെ ഹാളിലേക്ക് ചെന്നപ്പോഴേക്കും ഈ ചന്ദ്ര ഇരുന്ന് ജ്യൂസ് ഫുള്ളും വലിച്ച് ആസ്വദിച്ച് കുടിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പൂക്കാരി ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണവും നല്ല ടേസ്റ്റാണ് എന്ന് പറയുമ്പോൾ, ആൻറ്റി എന്ത് പരിപാടിയാണ് ആൻറ്റി കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്ത് പരിപാടി? ഞാൻ എന്ത് കാണിച്ചെന്നാ? അപ്പോൾ വർഷയുടെ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വരികയാണ്. എനിക്ക് കുടിക്കാൻ വെച്ച ജ്യൂസ് എന്തിനാണ് ആൻറ്റി എടുത്ത് കുടിച്ചതെന്ന്. അത് ശരി, ഒരു ഗ്ലാസ് ജ്യൂസ് അവിടെ ഇരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞാനെടുത്ത് കുടിച്ചു. അപ്പോൾ നമ്മുടെ രേവതി എന്താ വർഷയെ പ്രശ്നം? രേവതി ചേച്ചിയില്ല എനിക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കി തന്നത് എനിക്ക് കുടിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാനവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ആൻറ്റി ജ്യൂസ് എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും സുധി വന്നിട്ട്, അയ്യേ അമ്മേ, നാണക്കേട്, ജ്യൂസ് കട്ടുകുടിച്ചിരിക്കുന്നു. നാണക്കണേ, കട്ടുകുടിച്ചെന്നോ? ഇത് ഞാൻ കട്ടുകുടിച്ചെന്നല്ല, പിന്നെ വർഷക്ക് കുടിക്കാൻ വെച്ച ജ്യൂസ് അമ്മ എടുത്ത് കുടിക്കുന്നത് കട്ട് കുടിക്കണതല്ലേ? അത് പിന്നെ എനിക്കറിയാം ഇത് വർഷക്ക് കുടിക്കാൻ വെച്ചതാണെന്ന്. നീ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ വർഷേ, നീ എന്താ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ നീ എന്തിനാ അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചത്? പൂജാ റൂമിലല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ, അതല്ല ചേച്ചി, ഞാൻ ഭക്ഷണത്തിന് മുമ്പേ പ്രാർത്ഥിക്കാറുണ്ട്, എന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത്, നീ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടെന്നോ? എന്നിട്ട് ഞാനിതുവരെയും കണ്ടിട്ടില്ലല്ലോ വർഷേ. ശ്രീകാന്തേ, നീ മിണ്ടിപ്പോകരുത്, എല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെയാ, അതുകൊണ്ട് നീ ശബ്ദിച്ചു പോരുത്, നിന്റെ സൗണ്ട് പോലും കേൾക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പം എല്ലാവരും അന്തിച്ച് നിൽക്കുക. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ, ദൈവം എന്തൊരു ഗതികേടാണിതെന്ന്
അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നിനക്ക് ജ്യൂസ് കുടിക്കാൻ വെച്ചിരിക്കുകയാണ്, നിന്റെ പേരെഴുതി വെക്കാൻ പാടില്ലായിരുന്നില്ലേ? ഇത് ഞാൻ വിചാരിച്ച് എനിക്ക് വേണ്ടി കുടിക്കാൻ വെച്ചേക്കണ ജ്യൂസാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കുടിച്ചത്, അല്ലാതെ ഞാൻ കഷ്ടം മോട്ടിച്ചൊന്നും എടുത്ത് കുടിച്ചതൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ നിർത്തുമെന്ന്, ദേ ഒരു ജ്യൂസ് വേണമെങ്കിൽ വേറെ ജ്യൂസ് ഉണ്ടാക്കി തന്നാൽ പോരെ മോളെ രേവതി, ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് രവി പറയാണ്. ആ ശരി വർഷ, ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം. വേണ്ട ചേച്ചി, ഇനി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പപ്പായ ഉണ്ടോ? ചെറിയൊരു കഷ്ണം പീസിലേ പപ്പായ ഇരുന്നേച്ചുള്ളൂ, അത് വെച്ചല്ലേ ജ്യൂസ് അടിച്ചത്, പിന്നെ എന്തുണ്ട് ജ്യൂസ് എടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അതൊക്കെ വിട്ടേരെ ചേച്ചി. അങ്ങനെ വർഷ നേരെ ചന്ദ്രയോട് പറയണം, ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ആൻറ്റിയോട് എന്തൊക്കെയോ പറഞ്ഞു പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. ഓ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ, ആൻറ്റി അമ്മേ അതൊന്ന് കാര്യമാക്കാൻ നിൽക്കണ്ട അമ്മേ, അവൾ എന്തെങ്കിലും പറയട്ടെ. അയ്യോടി, അല്ലെ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉടനെ കാര്യമാക്കാൻ പോവുകയാണെന്ന് പോടിയപ്പനെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയേയും പറഞ്ഞു വിടുക. രേവതിയേയും പറഞ്ഞു വിട്ട് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞ് നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഇത് വന്ന് ചോദിക്കുകയാണ്, മീര വന്ന് ചോദിക്കുകയാണ്, എന്താ ശ്രുതി നിനക്ക് ഭക്ഷണം വേണ്ടേ, പോയി ഭക്ഷണം കഴിക്കുക. എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നടക്കുകയാണ് ഞാൻ. ശ്രുതിയാണെങ്കിൽ എന്നോട് സ്നേഹം കൂടുന്നില്ല, ഒന്നും കൂടുന്നില്ല. അവന് എൻ്റെ അടുത്ത് വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷ, എന്നിട്ട് വന്നില്ലല്ലോ. അത് ചിലപ്പോൾ നീ ജപിച്ച് കിട്ടിയതിനേക്കാളും വലിയ ശക്തിയായിരിക്കും ആൻറ്റി ജപിച്ച് കിട്ടിയ ആ ഏലസിന്, അതുകൊണ്ടായിരിക്കോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ഷോറൂമിലേക്ക് പോ, അപ്പം അറിയാലോ അവന് നിന്നോട് സ്നേഹം വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പം മനസ്സിലാവുമല്ലോ. എന്തായാലും എനിക്ക് പോകണം, ഉറപ്പായിട്ട് എനിക്കറിയാം ശ്രുതി എന്നെ സ്നേഹിച്ച് തുടങ്ങുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, ഇതെന്തൊരു കഷ്ടമാണ്, അവൻ എന്നെ ഓരോ ദിവസം കഴിയുന്നവരും വെറുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ആ സ്വാമിയാരെ എനിക്ക് ജപിച്ചു തന്ന ആ ചരട് ഇനിയിപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവുമോ, അതുകൊണ്ടായിരിക്കോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവുമല്ലോ, അമ്മയെ വെറുക്കാൻ തുടങ്ങുമോ ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കണം. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ വർഷയുടെ ഒരു പെരുമാറ്റത്തിൽ ആകെ അങ്കലാപ്പി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ വർഷ റൂമിലേക്ക് കയറി വന്നപ്പോഴേക്കും എൻ്റെ പൊന്നോ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമന്നടിച്ച് അവിടെ ഒറ്റ കിടപ്പാണ്. അപ്പോൾ വർഷ റൂമെല്ലാം അടച്ച് പൂട്ടിയിട്ട് വർഷ വന്നിട്ട്, എടാ ശ്രീകാന്തേ എണീക്കാനാ പറഞ്ഞത്, എടാ ഞാൻ കണ്ടു, ദേ എന്നെ കണ്ടപ്പോഴേക്കും നീ ഓടി വന്ന് കമന്നടിച്ച് ബെഡ്ജി കിടക്കുന്നത് എനിക്ക് മനസ്സിലായി, കിടന്ന ഉടനെ തന്നെ ആരും ഉറങ്ങാനൊന്നും പോകുന്നില്ല. എടാ ശ്രീകാന്ത് എണീക്കാനാ പറഞ്ഞത്. നിനക്ക് എന്താ പ്രശ്നം വർഷേ, എന്താ പ്രശ്നമെന്നോ? എല്ലാത്തിനും കാരണക്കാരൻ നീയല്ലേടാ, നീയല്ലേടാ എനിക്ക് പണി പറ്റിച്ചത്. എന്നിട്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണോടാ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ ദൈവം, ഇതെന്തൊരു കഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്തെന്നാണ്. ദേ വർഷം നീ ഒന്ന് പോകാൻ നോക്കിക്കണ്ട, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഉറങ്ങുക. അപ്പോൾ വർഷയും കിടന്ന് ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ വർഷ ദേഷ്യം വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വർഷക്കൊരു സമാധാനമില്ല. ശ്രീകാന്ത് അവിടെ നിന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ വർഷ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്, ഡാൻസ് ചെയ്താലോ, എൻ്റെ കൂട്ടുകാരത്തി ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞായിരുന്നു, ഡാൻസ് ചെയ്ത് എൻ്റെ ഗർഭം അബോഷനായി പോയടിയെന്ന്. അപ്പം ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബോഷനാവും അല്ലേ? ശരി എങ്കിൽ പിന്നെ അത് തന്നെ നോക്കാം. ഡാൻസ് എങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പാട്ട് വെക്കാണ്, ഡാൻസ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.